അപ്പോൾ അതേ നോക്കിക്കേ, മുഖത്തെ ഞാനതങ്ങ് സ്ക്രബ് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ എന്തോരം ഗ്ലോ ആയി നോക്കിക്കേ, കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി സ്ക്രബാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കൊരു അടിപൊളി ബോഡി സ്ക്രബ് ഉണ്ടാക്കാം. ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ബോഡി സ്ക്രബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഷൈൻ ചെയ്ത് നല്ല സിൽക്കി ആയിട്ടും സ്മൂത്തായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് വളരെ നല്ലൊരു സ്ക്രബാണ്. നമ്മൾ ഫേസ് മാത്രം എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കിയും അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടും വെച്ചാൽ പോരാ, അതുപോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവൻ നമ്മൾ വെക്കണം. കാരണം നമ്മുടെ ശരീരത്തിലെല്ലാം നമ്മുടെ സ്കിന്ന് ഇളകി പോകുന്ന ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ഡെഡ് സ്കിൻ സെൽസും ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ ക്ലീൻ ആക്കി നമ്മുടെ ബോഡിയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് അതിന് വേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണത് ചെയ്യണത് എന്നും നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ടപ്പൊടി തന്നെ എടുക്കണം. കാരണം നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ആട്ടപ്പൊടി തന്നെ എടുക്കണം. ആട്ടപ്പൊടി എടുത്താൽ അതതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് കയ്യേലും മുഖത്തും ഇട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പൊടി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പൊടി ഒരു മിക്സ് ആകത്തക്ക രീതിയിൽ എന്തേരം കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, അത് അത്രയും മിക്സ് ആകത്തക്ക രീതിയിൽ നമ്മൾ തൈര് ചേർക്കുക. അപ്പോൾ ഞാനൊരു 1.5 സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു നമ്മുടെ ബോഡിക്ക് അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഒലിവ് ഓയിലായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ നമ്മൾ 1 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, നല്ല വെളിച്ചെണ്ണ, ഇല്ലെങ്കിൽ തേങ്ങ പിഴിഞ്ഞ ആ പാല് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുഖത്തൊരു 10 മിനിറ്റ് ആകുന്നോടെ വരെ വെറ്റായിട്ടിരുന്ന് ഉണങ്ങത്തക്ക രീതിയിലുള്ള കൺസിസ്റ്റൻസി വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ നിങ്ങളുടെ തൈരൊക്കെ ഇനി അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി. ഇത്രയും ഒരു കൺസിസ്റ്റൻസി വേണം, എന്നാലാ നമ്മുടെ ബോഡിയിൽ നമുക്ക് ആ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. സാധാരണ അപ്പോൾ ഞാനിത് ചെയ്യണത് കുളിക്കണതിന് മുന്നേ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ മുടിയിലേക്കൊക്കെ ആകാതിരിക്കാനായിട്ട് ഒരു ബാൻഡ് കെട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വാച്ചൊക്കെ അഴിച്ചു വെക്കട്ടെ, അതുപോലെ മാലയൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കുളിക്കുന്ന സമയത്തല്ല ഇടുന്നത്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബോഡി ഇതൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നുള്ളതെങ്കിൽ ഒരു വൈഡ് നെക്കുള്ള ഉടുപ്പിടാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇത് ഇടുന്നതിന് മുന്നേ അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ജസ്റ്റ് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷോ പയർ പൊടിയോ എന്താണെന്ന് വെച്ചിട്ടിട്ട് ബാക്കി നമ്മുടെ ബോഡി ഒന്ന് ഫുള്ള് നമ്മളൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതങ്ങ് ഇരിക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് ബോഡിയിലേക്കാണല്ലോ അപ്ലൈ ചെയ്യണത്. അപ്പം ഞാനിനി കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ കയ്യിലേക്കും മുഖത്തേക്കും ഒക്കെ മുഴുവൻ നന്നായിട്ട് പരട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ബോഡി കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഫുൾ ബോഡിയിലേക്ക് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. കാരണം അന്നേരത്തായിട്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലേക്ക് ഇതൊക്കെ അങ്ങ് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഇത് നമ്മുടെ കയ്യിലുള്ളതും കൊണ്ട് നമുക്കിങ്ങനെ പതുക്കെ കയ്യിലേക്ക് എടുത്തിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ
അപ്പോൾ ഇതേ ഞാൻ മുന്നേ എൻ്റെ ഫേസ് മസാജ് ചെയ്യണ വീഡിയോസ്, എങ്ങനെയാണ് ഫേസ് മസാജ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസൊക്കെ സ്റ്റെപ്പുകളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ ഫേസ് കറക്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഫേസ്. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈയും ഇതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. അപ്പം അതുപോലെ വിരലുകളൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ, മസാജ് ചെയ്യുക. എൻ്റെ ഇവിടെ റൂമിലായതുകൊണ്ട് റൂമിലെല്ലാം നിറച്ച് തീർച്ച് ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നമ്മുടെ കൈയുടെ മുട്ടയിലെ കറുത്ത കളറ് പോകാനും അതുപോലെ കക്ഷത്തിലെയും നമ്മുടെ കാലിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള കറുപ്പ് കളറൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസും കൈയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് കുറച്ചും കൂടെ നമ്മൾ ആ മസാജ് ചെയ്ത സമയത്ത് ഇത് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തു കൂടെ കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം. ഒരുപാട് കട്ടിക്ക് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിക്ക് അപ്ലൈ ചെയ്താൽ നമ്മൾ ഒരുപാട് നേരം ടോയ്ലറ്റിലൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് നമുക്ക് ആ കയ്യേന്ന് നമ്മൾ മസാജ് ചെയ്തപ്പോൾ പോയി എന്ന് തോന്നുന്നിടത്ത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരിക്കുള്ള സ്ക്രബിങ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണാം എങ്ങനെയാണിത് സ്ക്രബ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പതുക്കെ ഇത് ഉണങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട, നമുക്കിതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങി വരുമ്പോൾ തന്നെ നമുക്കിത് സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ഫേസിലല്ലേ പരട്ടി, അപ്പോൾ നമുക്ക് ആദ്യം എവിടെയാണോ ഉണങ്ങിയിരിക്കണേ അവിടെ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ലിപ്സിൻ്റെ സൈഡും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യണം. ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് സ്ക്രാച്ച് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുന്നേ നമ്മളത് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് കളയുക. അതുപോലെ ഒരുപാട് മുറുക്കി ചെയ്യരുത് കേട്ടോ, നമ്മൾ സ്ലോലി ചെയ്താൽ മതി. അപ്പോൾ അതങ്ങ് നന്നായിട്ടിങ്ങ് പൊളിഞ്ഞു പോകുന്നോളൂ. നമ്മുടെ ഡെഡ് സ്കിന്നും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇങ്ങോട്ട് പോകുന്നോളൂ. കണ്ടോ, വെരി സ്ലോലി നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ നോക്കിക്കേ, മുഖത്തെ ഞാനതങ്ങ് സ്ക്രബ് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ എന്തോരം ഗ്ലോ ആയി നോക്കിക്കേ, കണ്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് കയ്യേലേയും കൂടി അങ്ങ് സ്ക്രബ് ചെയ്ത് കളയാം. ഇങ്ങനെ അങ്ങ് കളഞ്ഞാൽ മതി. നമ്മുടെ ബോഡിയിലെ ഫുള്ള് ഡെഡ് സ്കിൻ സെൽസൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട്, അതായത് ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാതെ നമുക്ക് ഒരൊറ്റ സ്ക്രബിന് നമ്മുടെ കൈവിരലും അതുപോലെ കാലും ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം സ്ക്രബാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യണത്. നിങ്ങളൊരു 3 ആഴ്ച ഇതൊന്ന് സ്ഥിരമായിട്ട് ചെയ്ത് നോക്ക് കേട്ടോ. 3 ആഴ്ച, ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ട് 3 ആഴ്ച ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അത്രയ്ക്ക് നല്ല ഗ്ലോയാണ് നമ്മുടെ കൈയും ഇതുമൊക്കെ, നല്ല സ്മൂത്തായിട്ടിരിക്കും. പ്രത്യേകിച്ച് സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ നല്ല സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വളരെ നല്ലതാകണ്ട. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ അതേ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നോക്കിയാൽ നല്ലൊരു ഷൈനിങ് ആയില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിന് ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ദേ ഞാൻ നമ്മൾ സ്ക്രബ് ചെയ്തപ്പോൾ താഴെ വീണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതുപോലെ നമ്മുടെ മേത്തുനിന്ന് പോകണം. ഇത് കണ്ടോ,
അപ്പം ഇതുപോലെ നമ്മുടെ മേത്തുനിന്ന് അത് സ്ക്രബ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകണം. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കണം. റിമൂവ് ആയി വരത്തക്ക രീതിയിൽ അത് സ്ക്രബ് ചെയ്തെടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.